മലയാളികളുടെ സ്വപ്നഭൂമിയായിട്ടുള്ള അല്ലെങ്കിൽ വിദേശത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയുടെ സ്വപ്നഭൂമിയായിട്ടുള്ള UK ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ UK ഒരു ചരിത്രമെടുത്ത് നോക്കുമ്പോൾ വളരെ അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ അതിൻ്റെ സമസ്ത മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ UK രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ ആ ഒരു ഗെയിം പ്ലാൻ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ പ്രബലമായിട്ടുള്ളൊരു പാർട്ടിയാണ് ലേബർ പാർട്ടിയുടെ തണലിൽ തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു വന്നത്. എന്നാൽ പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ നമുക്ക് UK കാണാൻ സാധിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്തി വലുതാക്കിയ ലേബർ പാർട്ടി പൊളിറ്റിക്കൽ ഇസ്ലാം മൂലം ഒരു പിളർപ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ച. യഥാർത്ഥത്തിൽ എന്താണ് UK സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? UK ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിന്, സാമൂഹ്യ മണ്ഡലത്തിന് കൃത്യമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. നമ്മൾ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ UK ആണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എനിക്ക് തോന്നുന്നു നമ്മുടെ നിലപാട് പ്രോഗ്രാമിൽ പല എപ്പിസോഡുകളിൽ നമ്മൾ UK ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നിലപാടുകളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ UK പൊളിറ്റിക്സിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ UK നമ്മൾ ചർച്ച ചെയ്യുന്നത്. UK കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന UK, നിരവധി രാജ്യങ്ങളെ അടക്കി വാണിരുന്ന UK, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് UK ഭാവി തന്നെ അസ്തമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് ചെകഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ UK സമകാലിക സംഭവ വികാസങ്ങളിലേക്ക് ചെകഞ്ഞു നോക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ അവർ UK നടപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 10-25 വർഷത്തെ ഒരു ചരിത്രം നോക്കുമ്പോൾ UK പൊളിറ്റിക്സ്, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മതപരമായിട്ടുള്ള ആ മണ്ഡലങ്ങൾ, അവിടെയൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെയും അതിസൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എത്രത്തോളം തന്ത്രപരമായിട്ടാണ് തങ്ങളുടെ ഒരു അധിനിവേശം, തങ്ങളുടെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചത് എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണ് നിലവിൽ UK സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, UK എന്ന് കേൾക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം നൽകി ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ് UK. ക്രൈസ്തവ പാരമ്പര്യത്തിന് ഒരു ആഴത്തിൽ ഒരു വേരോട്ടം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് UK. പക്ഷേ ഇന്ന് പലരും UK നിന്നൊക്കെയുള്ള പല റിപ്പോർട്ടുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് UK തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഇത് പാകിസ്ഥാനാണോ, ബംഗ്ലാദേശാണോ, അഫ്ഗാനിസ്ഥാനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് UK സമസ്ത മണ്ഡലങ്ങളിലും രാഷ്ട്രീയമായിക്കോട്ടെ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം കൈകടത്തുന്നു. സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം കൈകടത്തുന്നു. ബിസിനസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഈ ഹലാൽ പോലുള്ള കാര്യങ്ങൾ, അവിടെയും പൊളിറ്റിക്കൽ ഇസ്ലാം കൈകടത്തുന്നു. മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്താണെന്ന് പറയുന്നത്, ഒരു തോക്കോ വാളോ ഉപയോഗിക്കാതെ ഒരു രാജ്യത്തെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം ഈ ലോകത്തെ കാണിച്ചു തരികയായിരുന്നു UK. UK സമകാലിക ഒരു രാഷ്ട്രീയ ചിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ എങ്ങനെ ഇവർക്ക് കടന്നു കയറാൻ സാധിച്ചു. അല്ലെ, പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഈ 2014 ആ ഒരു കാലഘട്ടത്തിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള ആ മുല്ലപ്പൂ വിപ്ലവം, അവിടെ നടന്നിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു അധിനിവേശം, അതിൻ്റെ തൽഫലമായിട്ട് UK ഇംഗ്ലീഷ് ചാനലൊക്കെ വഴി UK നടന്നുകൊണ്ടിരുന്ന ആ ഒരു ഇമിഗ്രേഷൻ. അപ്പോൾ ഒരു അധിനിവേശം സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ജനസംഖ്യാപരമായിട്ട് ഒരു വളർച്ച സംഭവിക്കണം. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു തുടക്കമായിരുന്നു, നമുക്കറിയാം, ഈ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ചിലരുടെ അജണ്ട പ്രകാരം അവിടെ ഉരുത്തിരിഞ്ഞ മുല്ലപ്പൂ വിപ്ലവം. അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് അവിടെ ഈ UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് UK കോൺസെൻട്രേറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ഒരു അധിനിവേശം, വലിയ രീതിയിലുള്ള അഭയാർത്ഥികളുടെ ഒരു ഒഴുക്ക്, അതിൻ്റെ മറവിൽ UK സമസ്ത മണ്ഡലങ്ങളിൽ ഒരു പാരസൈറ്റിനെ പോലെ കടന്നു കയറിയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ. ഈ പാരസൈറ്റ് എന്നുള്ളൊരു വാക്കാണ് ഞാൻ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പരാമർശിക്കുമ്പോൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിനും ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. നമുക്കറിയാം, ആഗോളതലത്തിൽ നാം നോക്കുമ്പോൾ ലെഫ്റ്റ് പൊളിറ്റിക്സ്, റൈറ്റ് പൊളിറ്റിക്സ്, ഈ ലെഫ്റ്റ്
ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സിൻ്റെ ഒരു തണലിലാണ് പല രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു കയറിയത്. ഇപ്പോൾ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ലെഫ്റ്റ് ലിബറൽ ഒരു ഐഡിയോളജിയായിട്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ ബ്രിട്ടൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ലേബർ പാർട്ടി. ഈ ലേബർ പാർട്ടി തങ്ങളുടെ അധികാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടുത്തെ ഒരു പഴയൊരു നേതാവുണ്ട്, ജെർമി കോർബൻ എന്നൊക്കെ പറയുന്ന നേതാവ്, പക്ക ഒരു ലെഫ്റ്റ് ഒരു ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള നേതാവാണ് ഈ ജെർമി കോർബൻ. അപ്പോൾ തങ്ങൾക്ക് ഒരു അധികാരം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം വല്ലാതെ അങ്ങ് ഈ ലേബർ പാർട്ടി വളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവർക്ക് തന്നെ ഒരു കെണിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കീർ സ്റ്റാർമർ ഇപ്പോൾ നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി, ആ പാർട്ടിയിൽ നിന്നും ഈ പ്രോ പാലസ്തീൻ അനുഭാവികൾ, ഈ സുൽത്താനെ പോലുള്ള പ്രോ പാലസ്തീൻ അനുഭാവികൾ ആ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു. അതായത് ലേബർ പാർട്ടിയിലെ പരമ്പരാഗതമായിട്ട് അവിടുത്തെ വെള്ളക്കാരെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നേതാക്കൾക്ക് ലേബർ പാർട്ടിയിലെ ആ ഒരു പിടുത്തം നഷ്ടപ്പെടുന്നു. തങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കണ്ണടച്ച് വളർത്തിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ ഇസ്ലാം തങ്ങൾ പോലും അറിയാതെ തങ്ങളുടെ പാർട്ടിയിൽ കൈകടത്തുന്നു, അവിടെ വേരുറപ്പിക്കുന്നു, അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് അവരുടെ തനിനിറം മനസ്സിലാക്കിയപ്പോഴേക്കും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള സ്വാധീനം ലേബർ പാർട്ടിയിൽ അവർ ചെലുത്തി കഴിഞ്ഞു. അപ്പോൾ അവരെ ഒന്ന് നിലയ്ക്ക് നിർത്തണം, അവർക്കെതിരെ എന്താണ് പറയുന്നത്, അവരുടെ പോക്ക് ശരിയല്ല എന്നൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയപ്പോൾ അവർ പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥ, കൃത്യമായിട്ടും അവരുടെ തനിനിറം പുറത്താകുന്ന ഒരു അവസ്ഥ. മാത്രമല്ല ലേബർ പാർട്ടി തീർച്ചയായിട്ടും ഒരു പിളർപ്പിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ പാർട്ടികൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ആ പാർട്ടികൾക്കൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ലേബർ പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ റോബിൻ, ഞാൻ ഈ പൊളിറ്റിക്കലി ഇവരെങ്ങനെയാണ് ഈ UK പൊളിറ്റിക്സിൽ കടന്നു കയറിയത്? ലേബർ പാർട്ടി, അതായത് ലെഫ്റ്റ് ഒരു ലിബറൽ കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയിലൂടെ അതിന് മുന്നോടിയായിട്ട് അവർ തങ്ങളുടെ ഒരു അധിനിവേശം, ജനസംഖ്യാപരമായിട്ട് തങ്ങൾ മുന്നിലാണ് എന്ന രീതിയിലുള്ള ഒരു അധിനിവേശം അവർ കാഴ്ചവെച്ചു. അതിൻ്റെ തൽഫലമായിട്ട് പൊളിറ്റിക്സിൽ അവർ കയറി വരുന്നു, ലേബർ പാർട്ടിയിൽ വേരുറപ്പിക്കുന്നു, പയ്യെ ഒരു പാരസൈറ്റിനെ പോലെ ആ പാർട്ടിയെ കാർന്ന് തിന്നുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആ പാർട്ടി വിട്ട്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ആ പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപവൽക്കരിക്കുന്ന ഒരു പിളപ്പിലേക്ക് ആ പാർട്ടി പോകുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ ഈ ലേബർ പാർട്ടിക്ക് UK ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധോഗതി ഭാവിയിൽ ലോകത്തിലെ പല പാർട്ടികൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ? ഒന്ന് നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ UK അധിനിവേശത്തെക്കുറിച്ചും അതിൻ്റെ എക്സ്പാൻഷനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വേദനിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ചരിത്രത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വേദനിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാലിഫേറ്റിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ. അത് അവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയും ഹോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് തിരികെ കൊണ്ടുവരണം എന്ന് അവർ സ്വപ്നം കാണുന്നത്, എന്ത് വില കൊടുത്തും തിരികെ കൊണ്ടുവരണമെന്ന് അവർ സ്വപ്നം കാണുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് റൂളിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്നും ഇസ്ലാമിൻ്റെ റൂള് ഇല്ലാതായി മാറിയത് അവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഈ നമ്മൾ ശരിക്കും ഈ 2047 PFIയുടെ അജണ്ടയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇത് വെച്ച് നമ്മൾ അളക്കണം. എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ലോകത്തിൽ വേദനിപ്പിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് ഖാലിഫേറ്റ്, 2 ഇന്ത്യയിൽ നിന്നും ഇസ്ലാമിക് റൂള് ഇല്ലാതായത്, മൂന്നാമത്തേത് സ്പെയിനിൽ നിന്നും ഇസ്ലാം ഇല്ലാതായി മാറിയത്. കാരണം സ്പെയിനിൽ നിന്നും ഇസ്ലാം ഇല്ലാതായി മാറിയത്, പുറത്താക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് യൂറോപ്പിനെ മുഴുവൻ കീഴടക്കാനിരുന്ന ആ ഒരു സ്വപ്നങ്ങളാണ് സ്പെയിനിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ ഇല്ലാതായി മാറിയത്. അപ്പോൾ ഈ ചരിത്രത്തിലെ ഈ 3 കാര്യങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്നതാണ്. ഒരിക്കൽ ഇത് തിരികെ പിടിക്കണമെന്ന് അവർ സ്വപ്നം കാണുന്നുണ്ട്, ഖാലിഫേറ്റ് തിരികെ പിടിക്കണമെന്ന് അവർ സ്വപ്നം കാണുന്നുണ്ട്, ഇന്ത്യയിലെ ഇസ്ലാമിക് റൂൾ തിരികെ പിടിക്കണമെന്ന് അവർ സ്വപ്നം കാണുന്നുണ്ട്. അത് വെച്ചിട്ടാണ് 2047 PFIയുടെ അജണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആ അജണ്ട ആഗോള അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ട എത്ര PFIയും ഇനി സിമിയോ ആരോ ഇനി ജമാഅത്തെ ഇസ്ലാമിയോ വന്ന് ഏത് ആളുകൾ വന്നാലും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ മനസ്സിൽ നിന്ന് അത് മായുകയില്ല എന്നുള്ളതാണ് ഈ 2047 അജണ്ട എന്ന് പറയുന്നത്. ഇനി 2047 ആയാലും അതിനപ്പുറത്തെ അജണ്ട, കാരണം അത് ആഗോള ഇസ്ലാമിസത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഇന്ത്യയിലെ ഇസ്ലാമിക് റൂള്, അതുപോലെ തന്നെ സ്പെയിനിനെ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയാണ് യൂറോപ്പ്. യൂറോപ്പ് മൊത്തം പിടിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു അന്നത്തെ ഈ യൂറോപ്പിൻ്റെ അധിനിവേശം സ്പെയിനിലേക്കുള്ളത്. ആ ഒരു കാലഘട്ടത്തിനും അപ്പുറത്ത് പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ യൂറോപ്പിൽ, ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പ്,
അതിൻ്റെ ഭാഗമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഈ 6% മാത്രമുള്ള മുസ്ലിം പോപ്പുലേഷൻ മതം പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും വലിയ ആളുകളാണ്. ക്രിസ്ത്യാനിറ്റി അവിടെ മതം പ്രാക്ടീസ് ചെയ്യുന്നില്ല. വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ, ഇസ്ലാമിനെ കഴിഞ്ഞും താഴെ ആളുകൾ മാത്രമേ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം എന്നുള്ളത് വലിയ മതമായിട്ട് അവിടെ മാറുന്നത്. അല്ലാതെ അതിന് വലിയ ഈ പറയുന്ന 6% എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യം തന്നെ അവിടെയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ, ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പിൻ്റെ ഭാഗമാണ് അവർ അവിടെ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത്. അതിനെ തിരിച്ചെങ്ങനെ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞിപ്പം കോൺഗ്രസ്, ലെഫ്റ്റ് ലിബറൽ ചിന്തയുള്ള കോൺഗ്രസ്, ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലേബർ പാർട്ടി ആണെങ്കിൽ, അങ്ങനെ ജർമ്മനിയിലെ പാർട്ടികളുണ്ട്, ലേബർ, അവിടുത്തെ ലെഫ്റ്റ് പാർട്ടിയുണ്ട്, സ്പെയിനിലെ ലെഫ്റ്റ് ഉണ്ട്, ഫ്രാൻസിലെ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ പോലും ഈ ഐഡിയോളജികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതേ ലെഫ്റ്റിൻ്റെ ഇതേ ലിബറൽ ഐഡിയോളജി തന്നെയാണ് ഈ പറയുന്ന റൈറ്റ് വിങ്ങിനും വരുന്നത്. ഇപ്പോൾ സെൻറ്ററും റൈറ്റും ഏകദേശം ഇതേ ഐഡിയോളജിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ലെഫ്റ്റ് ഉള്ളിടത്ത് മാത്രമല്ല, ഈ റൈറ്റ് ഉള്ളിടത്തും സെൻറ്റർ ഉള്ളിടത്തും ഇവിടെ എല്ലാം കടന്നു കയറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടന്നു കയറാൻ എന്തുകൊണ്ട് കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റ് ഐഡിയോളജി ഉള്ള ആളുകളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഒരു വേൾഡ്ലി രീതിയാണ്. അവർ ഫാമിലിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഫാമിലി ഒരു ഫ്രീ ലൈഫ്, അതിൻ്റെ ഉള്ളിൽ ഫാമിലിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ LGBTQ അടക്കമുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല, അതുപോലെ മുത്തനേഷ്യ അടക്കമുള്ള കാര്യങ്ങളിൽ, അബോർഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഇതിനുള്ളിലെല്ലാം ഇവർ ലിബറലാണ്. ആ ലിബറൽ കാഴ്ചപ്പാടിൻ്റെ ആ തലത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന റൈറ്റും സെൻറ്ററും ഈ ലെഫ്റ്റും എല്ലാവരും ഏകദേശം ഒരേ ഐഡിയോളജി തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ യൂറോപ്പിൽ ഫാർ റൈറ്റ് കടന്നു വരുന്ന സാഹചര്യമാണ്. ഇന്ന് ഫാർ റൈറ്റ് പല സ്ഥലം, ഇപ്പോൾ ഇറ്റലിയിലെ ഫാർ റൈറ്റ് പലപ്പോഴും മതത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതാണ്. എന്നാൽ ജർമ്മനിയുടെ ഫാർ റൈറ്റ് മതത്തിൽ അത്രയും കേന്ദ്രീകരിക്കുന്നില്ല, അവരുടെ തന്നെ റൂട്ടുകളിലേക്ക്. അപ്പോൾ ആ ഫാർ റൈറ്റ്, യൂറോപ്പിൻ്റെ ഫാർ റൈറ്റിനെ തന്നെ നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇറ്റലിയിൽ അത് മതത്തെ അടിസ്ഥാനപ്പെടുത്തി വരുമ്പോൾ ജർമ്മനിയിൽ അത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, അത് ജർമ്മൻ ജനതയുടെ അവരുടെ ആ ഒരു സാംസ്കാരിക രീതിയെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരുന്നതിനുള്ള. അതുപോലെ തന്നെ ബ്രിട്ടനിലേക്ക് വരുമ്പോഴും ഏകദേശം അതേ രീതി തന്നെ മതത്തെ ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യമുള്ളത്. പക്ഷേ ഇവിടെയെല്ലാം ഇപ്പോൾ ഫാർ റൈറ്റ് ഉയർന്നു വരുന്നു. അത് ഈ ദേശീയത, തീവ്ര ദേശീയതയിലേക്ക് എത്തുന്നു. അവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഉള്ളിലെ മറുവശം എന്ന് പറയുന്നത്, ഇസ്ലാമിസ്റ്റുകൾ അവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ നിന്നും എങ്ങനെ ചവിട്ടി പുറത്താക്കപ്പെടാം എന്നുള്ളതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ശരിക്കും ലേബർ പാർട്ടിയിൽ നിന്നെല്ലാം പിരിഞ്ഞ് സെപ്പറേറ്റ് പാർട്ടി ഉണ്ടായിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്നത് പലസ്തീനാണ്. ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണമായ നാശം, അങ്ങനെയെല്ലാമാണ് അവരുടെ ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ നേതൃത്വത്തിലുള്ള ആളുകളുടെ രീതി. അവരിപ്പം അവരിൽ ഒരു ഡോക്ടറെ ഒരു പ്രാവശ്യം ചർച്ചയ്ക്കിടയിൽ അയാൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പിയേഴ്സ് മോർഗൻ്റെ ഒരു ചർച്ചയിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് ഈ ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, അയാൾ ഇത് ഉരുണ്ട് കളിച്ച് അതിനെ ന്യായീകരിക്കുന്നത് വെച്ചാൽ അത്ര ക്രൂരമായിട്ട് ആളുകളെ കൊന്നിച്ച്, ഒരുപക്ഷെ ഹോളോകോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മാസ് മേർഡർ ജൂതന്മാരുടെ നടത്തിയേക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഒക്ടോബർ 7 എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പോലും അതിനെ ന്യായീകരിക്കാൻ, ആ കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ പോലും ചെയ്തത്. ഇതേ മെൻറ്റാലിറ്റിയാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് ഓപ്പോസിറ്റ് മെൻറ്റാലിറ്റിയാണ് യൂറോപ്പിലെ ഇസ്ലാമിസ്റ്റുകളുടേതും യൂറോപ്പിലെ ഈ അവിടുത്തെ യൂറോപ്പുകാരുടേതും എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം, ഈ ഓപ്പോസിറ്റ് ആകാൻ കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പ്. അവർ പണ്ട് കുരിശുയുദ്ധ കാലത്ത് ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയ ഒരു നേതാവ് ഉണ്ടായിരുന്നു, സലാദീൻ എന്ന് പറഞ്ഞിട്ട്. ഈ സലാദീൻ രണ്ടാമത് ഇനിയും തിരിച്ച് മറ്റൊരു സലാദീൻ യൂറോപ്പിലേക്ക് വരാൻ വേണ്ടിയാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരതിനുവേണ്ടി പറയുന്നത്, നമ്മൾ അതിനു വേണ്ടിയുള്ള വഴികൾ ഒരുക്കുക, മറ്റൊരു സലാദീൻ യൂറോപ്പിലേക്ക് വരാൻ നമ്മൾ വഴികൾ ഒരുക്കുക. അപ്പോൾ എല്ലാം റെഡിയായി കഴിയുമ്പോൾ അള്ളാഹു മറ്റൊരു സലാദീനെ ഇങ്ങോട്ട് അയക്കും, അങ്ങനെ യൂറോപ്പിനെ നമ്മൾ കീഴടക്കും. അതാണ് ഇവരുടെ സ്വപ്നം. ഈ അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ കംപ്ലീറ്റ് സ്വപ്നം ഇതാണ്, അങ്ങനെ യൂറോപ്പിനെ കീഴടക്കുക എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് ഇസ്ലാം ഈ അറേബ്യൻ മേഖലകൾ, അതുപോലെ തന്നെ ഈ ഏഷ്യൻ ആ മേഖലകൾ, അതുപോലെ തന്നെ യൂറോപ്പിൽ സ്പെയിനിലേക്ക് അടക്കം കടന്നു കയറി യൂറോപ്പിനെ കീഴടക്കുമെന്നുള്ള സാഹചര്യം, ആ സാഹചര്യം നിൽക്കുന്ന അവിടെ നിന്ന് പിന്നീട് കുരിശുദ്ധങ്ങൾ വഴി ഇവരെ അങ്ങ് തകർക്കുന്ന സാഹചര്യം. ആ കുരിശുദ്ധം കഴിഞ്ഞ് പിന്നീട് യൂറോപ്പിന് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. പിന്നീട് ആണ് കൊളോണിയലിസം എല്ലാം വന്ന് യൂറോപ്പ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കുരിശ് യുദ്ധത്തെ വെച്ച് അപ്പം
ഇസ്ലാമിസ്റ്റുകൾ ചരിത്രത്തിൽ നിന്നാണ് ഈ യൂറോപ്പിനെ കീഴടക്കുന്നതിലേക്ക് പോകുന്നത്. അവർക്ക് അങ്ങനെ വലിയൊരു ചരിത്രവും സ്വപ്നവുമാണ് അവർക്കുള്ളത്. പക്ഷേ മറുവശത്ത് ഇതിനെ കൗണ്ടർ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, ലെഫ്റ്റ് ലിബറൽ ഐഡിയോളജിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് ചരിത്രമൊന്നുമില്ല. അവർ ചരിത്രത്തിലേക്ക് പോയാൽ ക്രിസ്ത്യാനിറ്റി അവർ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ചരിത്രത്തിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. അവിടെ നിന്ന് ലിബറലിസം ഒക്കെ പറഞ്ഞ് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ആ എതിർക്കാൻ ശ്രമിക്കുന്നത് നടക്കുന്നില്ല. അവരുടെ തകർച്ചയിൽ നിന്നാണ് ഈ ഫാർ റൈറ്റ് ഉയർന്നു വരുന്ന യൂറോപ്പിൽ. ഈ ഫാർ റൈറ്റ് ഇസ്ലാമിനെ തീർച്ചയായിട്ടും അവരുടെ രീതി വെച്ച് കൗണ്ടർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ നൈജൽ ഫറേജിൻ്റെ ഫാർ റൈറ്റ് പാർട്ടി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ നൈജൽ ഫറേജിൻ്റെ ഫാർ റൈറ്റ് പാർട്ടി ബ്രിട്ടനിൽ അധികാരം പിടിക്കുമെന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2% നിന്ന് 14% കുതിച്ചുചാട്ടമായിരുന്നു വോട്ട് പെർസെൻറ്റേജിൽ അവർക്കുണ്ടായിരുന്നത്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ കയറുമെന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും ഒന്നെങ്കിൽ ബ്രിട്ടൻ ഇസ്ലാമിലേക്ക് പോകും, അതുമല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ മൊത്തം കംപ്ലീറ്റ് അവിടുന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയ മാറ്റം അവിടെ ഉണ്ടായി. ഇത് രണ്ടിലൊന്ന് സംഭവിക്കാനുള്ള ഒരു പോക്കാണ് യു കെയിൽ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. യെസ്, ഞാൻ എൻ്റെ ഒരു 2 കാര്യം കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഒരു യൂസ് ആൻഡ് ത്രോ കൾച്ചർ, അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമുക്ക് യു കെയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലേബർ പാർട്ടിയുടെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ വളർന്നു കയറി. അവരൊരു പ്രബല വിഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ ഇനി ലേബർ പാർട്ടി വേണ്ട. അതായത് നമുക്കിപ്പോൾ കീർ സ്റ്റാർമർ ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് എങ്കിൽ പോലും ഈ ജെർമി കോർബിനേക്കാളും കുറേ കൂടി ഒരു മോഡറേറ്റ് ഫേസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടുള്ള വിഷയത്തിൽ. അപ്പോൾ ഈ പാലസ്തീൻ വിഷയമാണ് ലേബർ പാർട്ടി ഇപ്പോൾ ഒരു വിഭജനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിനും ഇന്ത്യയിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊക്കെ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ചിലരൊക്കെ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന 2026 ഇലക്ഷനിൽ UDF വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലീഗ് എവിടെ നിൽക്കും എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സംശയത്തിന് പല അർത്ഥതലങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ അന്താരാഷ്ട്ര വിഷയങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എന്നത് വളരെയധികം വ്യക്തമാണ്. അപ്പോൾ ജോൺ, നമുക്കറിയാം ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വശം നമ്മൾ ചൂണ്ടിക്കാണിച്ച് നമ്മളൊരു കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ തലത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഏതൊരു ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയായിക്കോട്ടെ, നമ്മൾ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ അതിലൊരു തകർച്ച എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ നോക്കുമ്പോൾ ആഴത്തിലുള്ള പല മുന്നറിയിപ്പുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. UK ഒരു പരമ്പരാഗതമായിട്ടുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമാണ്. നമുക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചില ധാർമ്മികമായിട്ടുള്ള ചില വിഷയങ്ങളിൽ, ചില മതപരമായ, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചില മതപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ UK ജനതയ്ക്ക് അല്ലെങ്കിൽ UK ചില വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലേ? അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിരിക്കില്ലേ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഭാവി അസ്തമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും മിസ്റ്റർ ജോർജി, നമ്മൾ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം UK ചരിത്രം ഒരു 1000 വർഷം തൊട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രിസ്ത്യാനിറ്റിയിൽ, ക്രൈസ്തവികതയിൽ നിന്ന് ജനിച്ചു വളർന്നൊരു വലിയൊരു ചരിത്രമാണ് UK ഉള്ളത്. ഈ ചരിത്രത്തിൽ നിന്നാണ് ഈ UK വളർന്നതും. UK വലിയൊരു മുന്തിരിച്ചെടി വളർന്ന് ഒരു പന്തലിടുക എന്ന് പറഞ്ഞ പോലെ വളർന്ന് വികസിച്ചത് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ ഇത്ര വലിയ ശക്തിക്ക് തകർന്ന് ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും ചെറിയൊരു വോയിസിൽ എന്ന് പറഞ്ഞാൽ വെരി ലോ വോയിസ്, ലോകരാജ്യങ്ങളിൽ വളരെ ചെറിയൊരു വോയിസായിട്ട് മാത്രം മാറിപ്പോകാൻ കാരണം എന്താണെന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു 5 നൂറ്റാണ്ട് മുമ്പുള്ളൊരു ചരിത്രം നോക്കാം. കാരണം അതുവരെ ക്രിസ്ത്യാനിറ്റി UK വളരെ ശക്തമായിട്ട് തന്നെ വേര് പിടിച്ച ഒരു വികാരമായിരുന്നു ശരിക്കും. പിന്നീടാണ് ഹെൻറി എട്ടാമൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന കാത്തലിസിസം, കത്തോലിക്ക നിലപാടിന് വിരുദ്ധമായിട്ട് ഹെൻറി എട്ടാമൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് തൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിധത്തിലെ കല്യാണം കഴിക്കണമെന്നുള്ളൊരു ചിന്തയിൽ മാർപ്പാപ്പയുടെ വാക്കുകളെ വേണ്ടാന്ന് വയ്ക്കുന്നു, ആംഗ്ലിക്കൻ ചർച്ച് സ്ഥാപിക്കുന്നു. പിന്നീട് ആംഗ്ലിക്കൻ ചർച്ച് ഈ പറയുന്ന UK മിക്ക ഭാഗങ്ങളിലും വേരെടുക്കുന്നു. പിന്നീട് അവിടെയുള്ള UK ഏകദേശം ഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന ആംഗ്ലിക്കൻ ചിന്താഗതിയിലേക്ക് തിരിഞ്ഞു പോകുന്നു. നമുക്കറിയാം ഈ കുറച്ച് നാൾ മുമ്പ് 2025 ഈ മാസം തന്നെ, ഈ കഴിഞ്ഞ മാസം ഈ മാസം ഇടയ്ക്കായിട്ടൊരു വലിയൊരു വാർത്ത വന്നത് ഇതായിരുന്നു. ഒരു ആംഗ്ലിക്കൻ പുരോഹിതന്മാർ ഒരു സ്വർഗനിരാഗ വിവാഹം ആശീർവദിക്കുന്ന ഒരു ഫോട്ടോ, വളരെ വൈറലായിട്ടൊരു ഫോട്ടോ ആയിരുന്നു. ഒരിക്കലും കത്തോലിക് സഭ ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് ഇവിടെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പക്ഷേ ആംഗ്ലിക്കൻ സഭ അത് അംഗീകരിക്കുന്നുണ്ട്.
സ്വവർഗ നിരപാട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അപജയം ഇങ്ങനെ? ഈ ആംഗ്ലിക്കൻ സഭയുടെ ചിന്താഗതിയിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ് ഈ പിന്നീടുള്ള ഈ കാലഘട്ടത്തിൽ UK ഒരു വിശ്വാസ തകർച്ച, ക്രൈസ്തവ വിശ്വാസ തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു വിശ്വാസം അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നോർമലി വേറൊരു വിശ്വാസം വേണ്ടി. അത് ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്. 2 വഞ്ചിയിൽ കാലിട്ട് നടക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ യജമാനെ അനുസരിക്കണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തിനെ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു രാജ്യം അനുസരിക്കേണ്ടത് ഈ പറയുന്ന യേശു ക്രിസ്തുവിനെ അനുസരിക്കണം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് കീഴിൽ നിൽക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ ഒപ്പോസിറ്റ് ആയിട്ടുള്ള ശക്തിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അപജയമാണ് കാരണം. ഇതിന് കാരണമായിട്ട് പല ഇതുണ്ട് കേട്ടോ. റിനൈസൻസ്, തീർച്ചയായിട്ടും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ തീർച്ചയായിട്ടും UK കുറേ ഭാവി കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് വന്ന 1970 ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, അത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ UK കൂടുതലും ഇൻഡസ്ട്രിക്ക് പകരം സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക്, അതും UK ഒരു പതനത്തിന് കാരണമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഈ ക്രിസ്ത്യാനിറ്റിയിൽ വന്ന അപജയമാണ് ഏറ്റവും വലിയ എടുത്തു പറയത്തക്ക കാരണം. അപ്പോൾ അത് വേറെ കാര്യമുണ്ട്. അതേസമയം ആംഗ്ലിക്കൻ സഭയിൽ അതുപോലെ തന്നെ മറ്റു പല ഈ പറയുന്ന പ്രമുഖ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്ന കുറേ എന്താ പറയുക ഒരു മോറൽ ഡിസ്കണ്ടക്ട്, പല കാര്യങ്ങളും ഇതിന് വീഴ്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സെക്യുലർ ഐഡിയോളജി ഈ പറയുന്ന മതവികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മതവികാരങ്ങൾ അപജയത്തിൽ സെക്യുലർ ഐഡിയോളജി പിന്നെ അവിടെ കയറി വരാണ്. ഈ സെക്യുലർ ഐഡിയോളജി ഈ പല പ്രസ്ഥാനങ്ങൾക്കും പല ചിന്താഗതികൾക്കും അവിടെ അടിസ്ഥാനമാണ് ചെയ്യണേ. അതിനാണ് ഉദാഹരണമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ അബോർഷൻ ബില്ല് എന്ന് പറഞ്ഞിട്ട്. നമ്മളേറ്റവും സേക്രഡ് ആയിട്ട് കാണാനാണ് സ്ത്രീകളുടെ ഗർഭപാത്രം. അതായത് ഇപ്പോൾ വിമൻസ് എന്താ പറയുക, വിമൻസ് വൂം ഹാസ് ബിക്കം എ ലീഗൽ ഗില്ലറ്റിൻ എന്നൊക്കെയാണെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു നിയമപരമായിട്ടുള്ള ഗില്ലറ്റിനായിട്ട് മാറിയിട്ടുണ്ട്. അത്രത്തോളം ഒരു അപജയത്തിലേക്ക്. പണ്ടൊക്കെ ഈ പാഗൻസ് പറഞ്ഞാൽ വിജാതീയരായ ആൾക്കാർ ഈ പറയുന്ന നവജാത ശിശുക്കളെ ദൈവത്തിനെ പ്രതി കുരുതി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖത്തിനും ലാഭത്തിനും എല്ലാത്തിനും വേണ്ടി, പണത്തിനും വേണ്ടി ഈ പറയുന്ന ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുക. അങ്ങനത്തെ ഒരു ദുരാചാരത്തിലേക്ക് UK അപജയിച്ചു. അതിനൊക്കെ കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിശ്വാസത്തിലുള്ള അപജയമാണോ വന്നിരിക്കുന്നത്. എന്ത് വിശ്വാസമാണ്? ക്രിസ്തീയ വിശ്വാസമാണ്. ക്രിസ്തീയ വിശ്വാസം എന്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മൊറാലിറ്റിയിലുള്ള വിശ്വാസമാണ്. മൊറാലിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ഈ നമ്മുടെ UK വേറൊരു ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെ നോക്കുമ്പോൾ വേറെ ഭാഗത്ത് എടുത്ത് നമുക്കറിയാം അവിടെ ഡൈവോഴ്സ് റേറ്റുകൾ, പ്രത്യേകിച്ച് അവിടെ വിവാഹം എന്നൊരു ഈ കാര്യം വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറച്ചാൾ കഴിയുമ്പോൾ അതൊരു ഡിഫേഴ്സായി പോകുന്നു. ഈ മക്കൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഈ ഒറ്റപ്പെട്ടു പോയ മക്കൾ അവർ വീണ്ടും ഈ പ്രായപൂർത്തിയാകുന്നു. അവരും ഇതേ മാതാപിതാക്കൾ എന്താണോ അതിൽ നിന്ന് റിഫ്ലക്ഷൻ, അവരിൽ നിന്ന് ഈ പറയുന്ന പ്രതിഫലനം സ്വീകരിച്ച് അതേ പ്രവൃത്തി ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? UK ഈ പറയുന്ന ഈ യുവജന സ്വത്ത് അത് കാലാകാലങ്ങളായി കുറഞ്ഞു വരുന്നു. ഇവരെന്താണോ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന വിശ്വാസ തകർച്ച. ആ വിശ്വാസ തകർച്ച അവിടെ ഇല്ലായിരുന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആംഗ്ലിക്കൻ സഭയെ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ വിമർശിച്ച് പറയുന്നതല്ല, പക്ഷേ നമുക്ക് കുറച്ചും കൂടിയും ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ഈ പറയുന്ന UK ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും UK ഇങ്ങനെ ദുർഗതി വരുമില്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പര ലയമില്ലാത്ത അവസ്ഥ, അവർ മാതാപിതാക്കൾ സിംഗിൾ പാരൻറ്റിങ്, അല്ലെങ്കിൽ ഈ പറയാം നമുക്ക് LGBTQ എന്ന് പറഞ്ഞപ്പോൾ 2 പുരുഷന്മാർ ഒരു കുട്ടീനെ എടുത്ത് വളർത്തുന്നു. അവർക്ക് മാതാവ് ഏതാണോ പിതാവ് ഏതാണെന്ന് അറിഞ്ഞുകൂടെ, രണ്ടിനും ഒരു വ്യത്യസ്ത കാറ്റഗറി. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്നൊരു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദത്തെടുത്തൊക്കെ വളർന്ന ഒരു കുട്ടി പിന്നീട് മനസ്സിലാക്കി വരുന്നത് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി വരുമ്പോൾ എന്താ സംഭവിക്കുക? പിന്നീട് ഈ പറയുന്ന തകർച്ച വന്നുകൊണ്ടിരിക്കും. ബൈബിൾ പ്രകാരം ഒരു വലിയൊരു വചനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾ അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു വചനമാണ്. ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അജ്ഞത ഉണ്ടാവാൻ കാരണം? കത്തോലിക്ക അല്ലെങ്കിൽ വിശ്വാസം നശിച്ചു, ക്രിസ്തുവിലുള്ള വിശ്വാസം നശിച്ചു. അത് കത്തോലിക്ക വിശ്വാസം ആകട്ടെ, ആംഗ്ലിക്കൻ വിശ്വാസം എന്തിനാകട്ടെ, ഈ വിശ്വാസം നശിച്ചാണ് വരുന്നത്. ഈ വിശ്വാസം നശിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഈ അജ്ഞത അടിമത്തത്തിലേക്ക് നയിക്കുകയാണ്. എന്താണ് അടിമത്തം വരുന്നത്? പിന്നീടാണ് വേറൊരു വിശ്വാസമുള്ള ആൾക്കാർ അവർ വിശ്വസിക്കുന്നത് എന്താണ്? ദൈവത്താണ്. UK ഒരു സെക്യുലർ കൺട്രിയാണെന്ന് പറയുന്നു. അതേസമയം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലേബർ പാർട്ടി ഈ പറയുന്ന ഇസ്ലാമിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്നത്? ഈ പറയുന്ന പല ബില്ലിൻ്റെയും ഇപ്പം പബ്ലിക്കായിട്ട് അവിടെ ദൈവവചനം പ്രഘോഷിച്ചാൽ തീർച്ചയായിട്ടും പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി. അവർക്കുള്ള വിശ്വാസം പ്രകാശിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഞാനൊരു ഡിക്ലൈൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ 2023 31% അത്ര ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്ത്യാനിറ്റി. 2001 അത്രത്തെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ 2024 ആയപ്പോൾ അത് 19% മാറി. ഇനി അതേസമയം ഞാൻ ഈ വേറൊരു കണക്ക് വായിക്കുകയാണ്. 2003 14%
2003 14% ഈ പറയുന്ന എയ്ത്തീസ്റ്റ്, പ്രത്യേകിച്ച് വലിയ റിലിജൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ ഒരു സംഖ്യ എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 2011 25% മാറി, 2021 37% മാറി. ഇത് 2025 അപ്പോൾ എത്ര ശതമാനമായിട്ട് മാറിയിട്ട് 50 ഉണ്ടാവില്ലെങ്കിൽ 40% അപ്പോൾ നേരത്തെ മിസ്റ്റർ റോബിൻ പറഞ്ഞതുപോലെ ഈ UK ക്രിസ്ത്യാനികൾ ഇല്ലാത്തതിൻ്റെ കുറവല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരില്ലാത്ത കുറവാണ്. അതേസമയം ഈ UK ഈ മുസ്ലിങ്ങൾ 6% പക്ഷെ അവർ പ്രാക്ടീസിങ് റിലിജനാണ്, സ്ഥിരമായിട്ട് പ്രാക്ടീസ്. അവിടെയാണ് ഇവിടെ വരുന്ന വലിയ ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അവിടെ റിലിജൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇവർക്ക് ദൈവമൊന്നുമില്ല, ഇവർക്ക് വേറെ എന്തൊക്കെയോ ചിന്താഗതികളൊക്കെ നടക്കുന്നു. മറ്റുള്ളവർ ഈ മതം പ്രാക്ടീസ് ചെയ്യുന്നു, അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവർ താഴ്ച വളരുന്നു, സ്വാഭാവികമാണ്. അവർ വിശ്വസിക്കുന്ന ചിന്തയനുസരിച്ച് അവർ താഴ്ച വളരുന്നു. ഇവിടെ ഇവർ അത് കൃത്യമായിട്ടുള്ള ചിന്തയിൽ ഈ പറയുന്ന ഈ വിവാഹത്തെ പരിശുദ്ധമായി തന്നെ കണ്ട് ഈ പറയുന്ന മക്കളെ നന്നായിട്ട് വളർത്തി ഈ വെറുതെ ഇങ്ങനെ സെക്യുലർ ലിബറൽ ആശയങ്ങളിൽ ഏർപ്പെട്ടു പോകാതെ ഇതെല്ലാം കൃത്യമായിട്ട് നടന്ന് ഈ പറയുന്ന ക്രിസ്തുവിൽ കേന്ദ്രിതമായി പോയി കഴിഞ്ഞാൽ UK വീണ്ടും ഒരു ശക്തമായ രാജ്യമായിട്ട് മാറും. ഈ 1990 മൾട്ടി കൾച്ചറലിസമാണ് ഈ കൂടുതലും ഇങ്ങനൊരു ആശയങ്ങൾക്ക് ഈ പറയുന്ന കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഈ UK വഴിമാറാൻ കാരണം. അപ്പോൾ ഇങ്ങനെ വലിയൊരു വിടവ്, അതായത് ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലോ ക്രൈസ്തവ കേന്ദ്രീകൃതമായ കാര്യങ്ങളിലോ വിശ്വാസമില്ല. അപ്പോൾ അവരുടെ എന്താ സംഭവിക്കുന്നത്, അവർ അജ്ഞത ബാധിച്ചൊരവസ്ഥയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, വലതനോ ഇടതനോ ആരെ തന്നെ ആയിക്കോട്ടെ, ഇവരെന്ത് സംഭവിക്കും, ഇവർ മറ്റു വിശ്വാസമുള്ള ആൾക്കാർ ഇന്റർ കൾച്ചറലിസം എന്ന പേരിൽ ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നു, അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അവർക്ക് UK പറ്റിയ വലിയൊരു അപജയം. അപ്പോൾ ഇവരത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഹംഗറി അല്ലെങ്കിൽ ഇറ്റലിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഹംഗറി പോലെ രാജ്യങ്ങൾ ചെയ്ത പോലെ ഞങ്ങൾ ക്രിസ്ത്യൻ കൺട്രിയാണ് എന്നൊക്കെ രീതിയിൽ പെട്ടെന്നൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം UK തന്നെ ഇത്രത്തോളം ആൾക്കാർ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുരിശ് കാണുമ്പോൾ തന്നെ എന്താണ് ഈ പേടിച്ച് അരണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു വെറുപ്പുള്ള ചിന്താഗതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ സാവധാനമെങ്കിലും പിന്നീടെങ്കിലും മനസ്സിലാകും ഈ പറയുന്ന ഞങ്ങളുടെ ലോകം എത്രത്തോളം പണ്ടുണ്ടായിരുന്നു, എത്രത്തോളം ഞങ്ങൾ അധപതിച്ചിരുന്നു. അതുകൊണ്ടാണ് വലിയൊരു സയൻറ്റിസ്റ്റാണ് റിച്ചാർഡ് ഡോക്കിങ്സ് എന്ന് പറഞ്ഞിട്ട് 2001 തൊട്ട് ആളുടെ വലിയ പ്രൊപ്പഗാൻഡൊക്കെ ആളുടെ പല പ്രൊപ്പഗാൻഡ സെൽഫിഷ് എന്ന് പറഞ്ഞ ബുക്കുകളൊക്കെ ആളുടെ എഴുതിയിട്ടുണ്ട്, വലിയ ഫേമസ് ആണ്. ഇയാളുടെ ഈ ഫേമസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 2023 വന്നൊരു വലിയൊരു ആളിങ്ങനെ പറഞ്ഞ കാര്യമാണ്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൾച്ചറൽ ക്രിസ്ത്യൻ ആയിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആൾക്ക് മനസ്സിലായി ഈ പറയുന്ന ബ്രിട്ടീഷ് അല്ലെങ്കിൽ UK എന്നതിൻ്റെ ശരിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ ലോകത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആണ് എന്നുള്ളത്. ആ ക്രിസ്ത്യാനിറ്റിയാണ് ഇവർ വേണ്ടാന്ന് വെക്കുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു അടിമത്തം ഉണ്ടാവുക സ്വാഭാവികമാണ്, അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും വരിക എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പോംവഴി. കറക്റ്റാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊരു ഡെഡ്ലി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് അതിൻ്റെ ഒപ്പം തന്നെ ലിബറൽ, സെക്കുലർ, ഈ മൂന്നിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. നമ്മൾ ഇപ്പോൾ യൂറോപ്പിൻ്റെ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂറോപ്പിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വഴിയൊരുക്കുന്നവരാണ് ഈ ലിബറലിസം അല്ലെങ്കിൽ സെക്കുലർ കാഴ്ചപ്പാട്. നമ്മളൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ ലിബറലിസം, ഈ സെക്കുലറിസം, ഇവരിത് കാണിക്കുന്നത് നമ്മൾ യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് ലിബറലിസവും സെക്കുലറിസവും ഉള്ളത്. അതേസമയം മറു സൈഡിൽ ഇവർക്ക് നിശബ്ദത പാലിക്കുകയാണ്. അവിടെ ലിബറലിസം വേണ്ട, അവിടെ സെക്കുലറിസം വേണ്ട. അപ്പോൾ യൂറോപ്പിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിശ്വാസമാണ്, ക്രൈസ്തവ മൂല്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിഷേധം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലിബറൽ ചിന്താഗതിയാണ്. അത് വേണ്ട എന്ന് വെക്കുന്നതാണ് യഥാർത്ഥ സെക്കുലറിസം എന്നൊരു മിഥ്യാബോധം പയ്യെ യൂറോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു, യൂറോപ്പിൽ വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് പയ്യെ വിശ്വാസം അങ്ങനെ ഇല്ലാതാക്കുന്നു. ആ ഉഴുതുമറിക്കപ്പെട്ട മണ്ണിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വരുന്നു. അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് ഇവർ എല്ലാവരും തമ്മിലുള്ള അന്തർധാര വളരെയധികം സജീവമാണ് എന്നത്. നമ്മൾ വീണ്ടും ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ലിബറലിസം അല്ലെങ്കിൽ സെക്കുലറിസം ഈ കൂട്ടരുടെ ഇടയിലേക്ക് വരുന്നില്ല, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വരുന്നില്ല. അതേസമയം ഈ ലിബറലിസവും സെക്കുലറിസവും ഇവർ പയറ്റുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് നേരെയാണ്. ഈ സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കും. നമുക്കറിയാം ഈ കേരളത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ വിശ്വാസം കുറഞ്ഞു പോകുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. പല അടിസ്ഥാനവുമുണ്ട്. ഇവരെങ്ങനെയാണ് ഈ വിശ്വാസം പയ്യെ ഇല്ലാതാക്കുന്നത്? ഈ ക്രൈസ്തവ മൂല്യങ്ങളെ തെറ്റായിട്ട് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രീകരിക്കുക. അതായത് ഞാനൊരു വിശ്വാസിയല്ല, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല
വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമായിട്ട് ഉള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുക. അതേസമയം നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് നോക്കുക, മറു സൈഡിലേക്ക് ഈ ഒരു പോക്ക് കാണുന്നില്ല. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു മണ്ണ് അങ്ങനെ ഉഴുതുമറിക്കും. ആ ഉഴുതുമറിച്ച മണ്ണിലേക്ക് പിന്നെ പയ്യെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൊണ്ടുവരും. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഈ UK തന്നെ വലിയൊരു എക്സാമ്പിളാണ് ഈ ലേബർ പാർട്ടിയുടെ ഒരു കാര്യത്തിൽ. അതായത് ഈ ലേബർ പാർട്ടിക്ക് സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്ന ഇടങ്ങളിൽ, അത് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിൽ ലേബർ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് പ്രോ ഇസ്ലാമിക് അനുകൂല മനോഭാവമുള്ള ഇൻഡിപെൻഡൻറ്റ് MP-മാർ വരെ ജയിച്ചു കയറുന്ന ഒരു അവസ്ഥ. അതായത് നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, നിങ്ങളുടെ സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് ജയിച്ചു കയറാൻ അറിയാം. ആ ഒരു കാര്യം തന്നെയാണ് അവരവിടെ UK പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പല പ്രതിഫലനങ്ങളും കേരളത്തിലും സംഭവിക്കാൻ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട്. നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവച്ചതുപോലെ UK ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായിട്ടുള്ള ചില മാറ്റങ്ങൾ, അത് വളരെ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്, അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് സാമൂഹ്യ മണ്ഡലങ്ങളിലുള്ളവർക്കും കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആരൊക്കെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെയൊക്കെ കാർന്ന് തിന്ന് ഇല്ലാതാക്കുന്ന ഒരു ചരിത്രമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റേത്. ആ ചരിത്രം തന്നെയാണ് ഇപ്പോൾ UK ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ UK കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന മുന്നറിയിപ്പോടെ ഇന്നത്തെ നിലപാട് എന്ന ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.